وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 55-ാം അധ്യായം സൂറത്തു അർ-റഹ്മാനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അൽഹംദുലില്ലാ. അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചൊരിയുന്ന വിജയികളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 27-ാം ജുസ്ഇലുള്ള 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന്, അതിൻ്റെ പാരായണ വശ്യതയാണ്. ഏത് സൂറത്തുകളും ആയത്തുകളും തജ്വീദ് നിയമത്തോടുകൂടെ സ്വര ഭംഗിയോടെ പാരായണം ചെയ്യുമ്പോൾ അത് വശ്യതയുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ചെറിയ ആയത്തുകളുള്ള സൂറത്തുകൾ, തൊട്ട് മുമ്പ് നമ്മൾ നജ്മ്, ഖമർ പോലെയുള്ള സൂറത്തുകൾ, ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ കുറേ കൂടെ ഒരു ആകർഷണീയതയുണ്ടാവാറുണ്ട്. അതിൽ കുറേ കൂടെ ആകർഷണീയത ഉള്ളതാണ് സൂറത്തുർ റഹ്മാൻ. അറൂസുൽ ഖുർആൻ എന്നും അതിന് നാമകരണം നൽകപ്പെട്ടിട്ടുണ്ടല്ലോ. അറൂസുൽ ഖുർആൻ. അർ റഹ്മാൻ എന്ന് തുടങ്ങുന്നു, പേര് അർ റഹ്മാൻ എന്ന് തന്നെ നൽകപ്പെടുകയും ചെയ്തു. ഇതിൽ 31 തവണ ആവർത്തിച്ചു വരുന്ന ഒരു വചനം ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏതേതെല്ലാം, എന്തെന്തെല്ലാം നിങ്ങൾക്ക് നൽകപ്പെട്ടു, എന്നിട്ടും നിങ്ങളെന്തേ നിഷേധത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ്. നിങ്ങൾക്കെന്തേ ശുക്ർ ചെയ്യാൻ കഴിയാത്തത് എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് നമ്മെ അള്ളാഹുവിലേക്കും അവൻ്റെ അനുഗ്രഹങ്ങളിലേക്കും അവന് ശുക്ർ ചെയ്യുന്നതിലേക്കും കൂടുതൽ അടുക്കാൻ സഹായകമാകുന്ന ഒരധ്യായം എന്ന നിലക്കും വ്യതിരിക്തമായ സൂറത്ത് തന്നെയാണ്. ഈ 31 തവണയുള്ള ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം മനസ്സിലുണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്തെല്ലാം വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. ഒന്നാമതായി പറയുന്നത്, അതിൻ്റെ ആദ്യ ഭാഗം തന്നെ അള്ളാഹുവിനെ സനാ നടത്തുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. റഹ്മാനായ അള്ളാഹു, അതേപോലെ തന്നെ മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതടക്കം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തുദ്ധരിക്കുകയാണ് ആദ്യ ഭാഗത്ത്. പിന്നീട് അള്ളാഹു നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. നിഅം അല ഖൽഖിഹി, അവൻ്റെ ദാസന്മാർക്ക്, അടിമകൾക്ക് അവൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് ഇതിൽ പറയുന്നത് കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹു മാത്രമാണ് ബാക്കിയായി ഉണ്ടാകുന്നത്. എല്ലാം ഇവിടെ വെച്ച് നശിക്കും. പിന്നീട് ജന്മം അഥവാ പുനർജന്മം നൽകപ്പെട്ട് വിചാരണയ്ക്ക് വിധേയമാകുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വെല്ലുവിളിക്കുന്നുണ്ട് അള്ളാഹു തുടർന്ന്.
മനുഷ്യരോടും ജിന്നുകളോടും വിചാരണയിൽ നിന്നും രക്ഷാശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് മുക്തമാകാൻ രക്ഷപ്പെടുവാൻ സാധ്യമാണെങ്കിൽ നിങ്ങൾ ഈ ആകാശഭൂമികളുടെ ഈ പരിധിക്കപ്പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് കടക്കൂ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് പ്രത്യേകമായ കഴിവും അധികാരങ്ങളും വേണം. പക്ഷെ അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. രക്ഷാശിക്ഷയ്ക്ക് വിധേയരാണ് നമ്മൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശേഷം ബയാനു അഹ്വാലിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഹൗലുകൾ, അഹ്വാലുകൾ, ഭയവിഹ്വലമായ സാഹചര്യത്തെ, സന്ദർഭങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. മുക്കദ്ദിബീങ്ങളായ ആളുകളുടെ വ്യാജം അല്ലെങ്കിൽ കളവ് ചെയ്യുന്ന തെറ്റ്, നിഷേധം വെച്ച് പുലർത്തുന്ന ആളുകൾക്കുള്ള ആഖിബത്തിനെ കുറിച്ച്, അതേപോലെ തന്നെ ഹുസ്നു ആഖിബത്തിൽ മുത്തഖീൻ, മുത്തഖീകളായ ആളുകളുടെ നല്ല പര്യവസാനത്തെ സംബന്ധിച്ചും അവർക്ക് അല്ലാഹു ഒരുക്കിയ നഈം, സ്വർഗ സുഖായുശ്വര്യങ്ങളുടെ വർണ്ണനകളുമാണ് പിന്നീട് കാണുന്നത്. അവസാനം സൂറത്ത് എൻ്റെ ചെയ്യുന്നത്, അവസാനിക്കുന്നത് വീണ്ടും അള്ളാഹുവിനെ തഅളീം ചെയ്തുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിനെ സന, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയും പ്രകീർത്തിച്ചുകൊണ്ടുമാണ് അധ്യായം അവസാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടക്കം മുതലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വിശദമായ വായന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين
فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي
يكذب بها المجرمون يطوفون بينها وبين حميم آن فبأي آلاء ربكما تكذبان ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذواتا أفنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان فبأي آلاء ربكما تكذبان متكئين على فرش بطائنها من استبرق وجنى الجنتين دان فبأي آلاء ربكما تكذبان فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان فبأي آلاء ربكما تكذبان ومن دونهما جنتان فبأي آلاء ربكما تكذبان مدهامتان فبأي آلاء ربكما تكذبان فيهما عينان نضاختان فبأي آلاء ربكما تكذبان فيهما فاكهة ونخل ورمان فبأي آلاء ربكما تكذبان فيهن خيرات حسان فبأي آلاء ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان لم يطمثهن إنس قبلهم ولا جان
وزخرف خضر وعبقري حسان فبأي آلاء ربكما تكذبان تبارك اسم ربك ذي الجلال والإكرام 31 തവണ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് നമ്മോട് ചോദിക്കുക. എന്നിട്ടും എന്തേ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നത്, അള്ളാഹുവിൻ്റെ ആലാകളെ, നിഅമും മിനല്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നത്, കാണാതെ പോകുന്നത്, ശുക്ർ ചെയ്യാതിരിക്കുന്നത്. സഹോദരങ്ങളെ, വ ഇൻ തഉദ്ദൂ നിഅമതല്ലാഹ് വ ഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കിയാൽ, തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ സാധ്യമല്ല. അത്രയേറെ അനേകം ഒട്ടനേകം നിഅമത്തുകൾ അല്ലാഹു അക്ബർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ സഖലാൻ എന്ന 2 ശക്തരായ വിഭാഗം എന്നാണ് നമ്മെയും ജിന്നുവർഗത്തെയും അഭിസംബോധന ചെയ്തത്. സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ. ശക്തരായ 2 വിഭാഗം, പ്രബലമായ 2 വിഭാഗങ്ങൾ. മനുഷ്യരെ, ജിന്നുവർഗമേ, നിങ്ങളിരുവരും നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ, നമ്മളിപ്പോൾ നമ്മളെ കാര്യം പറയാം. മനുഷ്യരെ, നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ? ഈ 31 തവണ പറഞ്ഞതിൻ്റെ കൂടെ തൊട്ടു മുമ്പ് പറഞ്ഞ അനുഗ്രഹങ്ങളെ മാത്രം ഒന്ന് എണ്ണിയാൽ തന്നെ എത്രയാണ് കൂട്ടരെ? ചിലത് മാത്രം ഓർമ്മപ്പെടുത്താം. ആദ്യം തന്നെ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ പറയുന്നത് 13ാമത്തെ വചനത്തിലാണ്. അതിനു മുമ്പ് പറഞ്ഞ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കൂ. റഹ്മാനായ അള്ളാഹു അവൻ്റെ റഹ്മത്തിനെ, ഖുർആൻ പഠിപ്പിച്ചതിനെ, സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, സംസാരവും ബയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവ് തന്നതിനെക്കുറിച്ച്, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളുടെ സഞ്ചാരത്തെയും അവയുടെ സഞ്ചാരം മൂലം നമുക്ക് കിട്ടുന്ന ഗുണപരമായ കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. സൂര്യൻ ചലിക്കുന്നു, ചന്ദ്രൻ ചലിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അവ പിന്നോട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു എന്നതും അവയുടെ സഞ്ചാരപഥവും പഠിക്കാൻ മാത്രമുള്ള ശാസ്ത്രീയ തലത്തിലേക്കല്ല, അതിലപ്പുറമായി അവയുടെ സഞ്ചാരം കൊണ്ട്, അവയുടെ ഉദയാസ്തമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുണ്ട് എന്നത് വലിയ അനുഗ്രഹമായി കാണണം. സൂര്യനില്ലെങ്കിൽ, സൂര്യകിരണങ്ങളില്ലെങ്കിൽ, സൂര്യരശ്മികളില്ലെങ്കിൽ, സൂര്യൻ്റെ പ്രകാശമില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം നമ്മുടെ ശരീരത്തിന്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എന്തെല്ലാം ഇല്ലാതെ പോകുമായിരുന്നു, ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അല്ലാഹു അക്ബർ. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം എന്ന് പ്രത്യേകം അവസാനത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. അവനെ പ്രകീർത്തിച്ച് അർറഹ്മാനിൽ തുടങ്ങിയിട്ട് തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം എന്നതിൽ അവസാനിപ്പിക്കാൻ. തുടക്കവും ഒടുക്കവും അള്ളാഹുവിൻ്റെ സനായിലാണ്, പ്രകീർത്തിക്കുകയാണ്. അതിനിടയിൽ അനേകം ആയിരക്കണക്കിന് നിഅമത്തുകളെ എടുത്തുദ്ധരിക്കുകയാണ്. പേരെടുത്ത് പറയുന്നതോടൊപ്പം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഅമത്തുകൾ. ഇപ്പോൾ ഈ അശംസു വൽ ഖമർ പറഞ്ഞെടുത്ത് നോക്കൂ. അന്നജ്മു വശജറു എന്ന് പറഞ്ഞാൽ സസ്യലതാദികളും വൃക്ഷലതാദികളും മാത്രം നോക്കിയാൽ പോരാ, നക്ഷത്രങ്ങളെയും വൃക്ഷങ്ങളും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതിനിടയിൽ അവ നൽകുന്ന പ്രകാശവും, അവ നൽകുന്ന വഴിയടയാളങ്ങളും, അവ നൽകുന്ന മറ്റു അനുഗ്രഹങ്ങളും, അതേപോലെ തന്നെ വൃക്ഷവും അതിൻ്റെ ഇലയും അതിൻ്റെ വേരുകളും അതിൽ നിന്നുള്ള തണലും അതിൽ നിന്നുള്ള കൈഖനികളും അതിൽ നിന്നുള്ള മറ്റു ഗുണഫലങ്ങളുമെല്ലാം അനുഗ്രഹങ്ങളായി ഓരോന്നിലും എണ്ണിപ്പറയുമ്പോൾ
പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ആകാശത്തെ ഒരു മേലാപ്പാക്കി ഉയർത്തിയതിനെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അതിനൊരു മീസാനായി തുലനാവസ്ഥയിൽ അതിനെ സന്തുലിതമായി നിലനിർത്തിയതിനെ പറയുന്നു. അതേപോലെ നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കണം. തിന്മയിൽ പോകാതെ നന്മയിൽ അടിയുറച്ചു നിൽക്കുന്നവരായി മാറണം. അല്ലാത്ത തുഗൗഫിൽ മീസാൻ, ആകാശത്തിന് അള്ളാഹു നൽകിയ മീസാനിൽ നിങ്ങൾ പോയി കുഴപ്പമുണ്ടാക്കരുതെന്ന് മാത്രമല്ല, ആകാശത്തിന് അള്ളാഹു ഒരു മീസാൻ കണക്കാക്കി തന്നതുപോലെ വൽ അർദ വളഅഹാ ലിൽ അനാം എന്ന് പറയുന്നിടത്ത്, അതേപോലെ അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ എന്ന് പറയുന്നിടത്തൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമമുണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു ക്രമം, ഒരു മീസാനുണ്ട്. വേഗം മനസ്സിലാകും അങ്ങനെ പറയുമ്പോൾ. നമ്മുടെ ജീവിതത്തിന് A to Z പാലിക്കപ്പെടേണ്ടതായ ഒരു മീസാനുണ്ട്. നന്മ തിന്മകളെ സംബന്ധിച്ചുള്ള ധാരണ പഠിപ്പിച്ചു തന്നിട്ട് അതിൽ നന്മയിൽ നിലനിൽക്കുവാൻ അങ്ങനെ ഒരു മീസാനിനെ പഠിപ്പിച്ചു. മറ്റുള്ളവരെ അപഹരിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ചതിക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, കൊള്ളലാഭം പാടില്ല, പൂഴ്ത്തിവെപ്പ് പാടില്ല, കരിഞ്ചന്ത പാടില്ല. അതെല്ലാം അതിൽപ്പെട്ടതാണ്. കളവ് പറയാൻ പാടില്ല, കളവ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് മീസാനുകൾ. അല്ല തത്വഫിൽ മീസാൻ, ആ മീസാനിൽ നിങ്ങളും ക്രമക്കേട് വരുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി, സൃഷ്ടിചരാചരങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരുക്കിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് അതിലുള്ള നഹ്ലും ഫാക്കിഹത്തും എല്ലാം ഓർമ്മപ്പെടുത്തിയിട്ട് ഹബ്ബും അസ്ഫും റൈഹാനും ഒക്കെ പറഞ്ഞിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങളെന്താ ഇനി കൂട്ടരെ എന്തിനാ ബാക്കി കേൾക്കണത്? ഇതിന് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു. മണിക്കൂറുകൾ പറഞ്ഞാൽ റഹ്മാൻ സൂറത്ത് അവസാനിക്കുകയില്ല. അത്രയുമാണ്. അള്ളാഹുവിൻ്റെ കലാമിനെ വിശദീകരിച്ചാൽ മഷികൾ തീർന്നു പോകും, പേനകൾ ഇല്ലാതെയായി പോകും. അത്രയേറെയും വിശാലമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് മനുഷ്യനെ, ജിന്നിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച്, മശ്രിഖൈനിയും മഗ്രിബൈനിയും, രണ്ടു സമുദ്രങ്ങളെ ഭൂമിയിലൂടെ ഒഴുക്കിയതിനെയും അവ കൂടിക്കലരാതിരിക്കത്തക്ക വിധം നമുക്ക് കാണാത്ത വിധത്തിലുള്ള മറയെ സംവിധാനിച്ചതും അവയിൽ നിന്നുള്ള മുത്തും രത്നങ്ങളും മനുഷ്യൻ്റെ ജീവിതോപാധിയാക്കാൻ കഴിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇനിയും നിഷേധിക്കുന്നു, നിഷേധത്തിൽ തന്നെ പോകാൻ തോന്നുന്നു. ഒരു നാൾ എന്തു തന്നെയായാലും നിങ്ങളെല്ലാം നശിക്കും കേട്ടോ. ഈ പറഞ്ഞ പ്രതിഭാസങ്ങളും നിങ്ങളുമൊക്കെ നശിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാനിൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ജലാലും ഇക്റാമുമായ ഉള്ള അള്ളാഹു, നിന്റെ റബ്ബ്, അവൻ്റെ വദനം മാത്രം അഥവാ അവൻ മാത്രം ബാക്കിയാവുകയും എല്ലാം നശിക്കുകയും ചെയ്യുന്ന ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്നു. അന്ന് ചോദ്യം ചെയ്യപ്പെടും. അന്ന് ഇരു ശക്ത വിഭാഗങ്ങളെയും ചോദ്യം ചെയ്ത് സ്വർഗനരകം നിശ്ചയിക്കും. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, മുജ്രിമീങ്ങളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ കാണുമ്പം തന്നെ അറിയാം. 41-ാമത്തെ വചനം വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അവസാനം പറയുന്നത്. ഏറ്റവും അവസാനം സൂറത്ത് അവസാനിപ്പിക്കുന്നത് തബാറക സ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. 78 വചനങ്ങളുള്ള 55-ാം അധ്യായം 27-ാമത്തെ ജുസിലെ ഈ സൂറത്തുർ റഹ്മാൻ, അറൂസുൽ ഖുർആൻ വായിക്കുക, പഠിക്കുക, മനഃപ്പാഠമാക്കുക. ജീവിതത്തിൽ അതിനെതിരാകാതെ അത് ചോദിച്ച ചോദ്യത്തിന് റബ്ബേ, ഒരിക്കലും നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദികേട് കാണിക്കുന്നവരല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത ദിവസം സൂറത്തുൽ വാഖിഅ സംഭവിക്കാനിരിക്കുന്നത് തന്നെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.